ഹായ് 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 ഹെമി മാഷാണ് കേട്ടോ. അപ്പൊ ഇന്ന് മാഷ് വന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ജോയിനിങ് പാർട്സ്, ഭാഗങ്ങൾ ചേരുപോലുള്ള പാഠം അല്ലേ. ഈ പാഠത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട തുടക്കത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് മാഷ് വന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. രണ്ട് ഫ്രാക്ഷൻസുകൾ തമ്മിൽ, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഭിന്നസംഖ്യ? ഒരു ബൈ ഇട്ടിട്ട് മുകളിൽ ഒരു നമ്പർ, അതുപോലെ താഴെ ഒരു നമ്പർ, ഇതാണ് ഭിന്നസംഖ്യ അല്ലെ. ഈ ബൈയുടെ താഴെയുള്ള നമ്പറിനെ ആ ഭിന്നസംഖ്യയുടെ എന്താ നമ്മൾ വിളിക്കുക? ഡിനോമിനേറ്റർ, ഛേദം വിളിക്കും. അതുപോലെ മുകളിലുള്ള നമ്പറിനെ നമ്മള് ന്യൂമറേറ്റർ, അംശം എന്ന് വിളിക്കും അല്ലെ. ഇനി നമുക്ക് രണ്ട് ഭിന്നസംഖ്യകൾ, രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ കൂട്ടാൻ വേണ്ടി പഠിക്കാം. എങ്ങനെ കൂട്ടുക? ഇവിടെ 4/6 എന്നുള്ള ഫ്രാക്ഷൻ ഉണ്ട്, 5/6 എന്നുള്ള ഫ്രാക്ഷൻ ഉണ്ട്. ഇവ തമ്മിൽ എങ്ങനെ കൂട്ടുക? രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണോ എന്നാണ്. ഡിനോമിനേറ്റർ, ഛേദം സെയിം ആണോ എന്നാണ്. ബൈയുടെ താഴെയുള്ള നമ്പർ സെയിം ആണോ എന്നാണ്. ഇവിടെ ബൈയുടെ താഴെ എന്താണ്? 4/6 ആണ്. ബൈയുടെ താഴെ 6 ആണ്. ഇവിടെ 5/6 ആണ്. ബൈയുടെ താഴെ 6 ആണ്. രണ്ട് ഡിനോമിനേറ്ററുകൾ, ഛേദം തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻസ് കൂട്ടാൻ വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? സിമ്പിൾ ആണ്. ഇവിടെ എന്താണ്? /6 അല്ലേ. അപ്പൊ ഉത്തരത്തിന്റെയും ഛേദം, ഉത്തരത്തിന്റെയും ഡിനോമിനേറ്റർ 6 തന്നെ ആയിരിക്കും, /6. അപ്പൊ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസ് കൂട്ടാൻ വേണ്ടിട്ട് ചെയ്യുമ്പോ എപ്പോഴും ഉത്തരത്തിന്റെയും ഡിനോമിനേറ്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എന്താ ചെയ്യാ? ഇനി ന്യൂമറേറ്റർ നോക്കുക. ഇവിടെ ന്യൂമറേറ്റർ 4 ആണ്, ഇവിടെ ന്യൂമറേറ്റർ 5 ആണ്. അപ്പൊ ഉത്തരത്തിന്റെ ന്യൂമറേറ്റർ എന്തായിരിക്കും? സിമ്പിൾ ആണ്. നമ്മളിവിടെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടിയല്ലേ. അപ്പൊ ന്യൂമറേറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടുകയാണ്. അപ്പൊ ഡിനോമിനേറ്റർ അതേപോലെ ഇട്ട് കൊടുക്കുക, ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയത് ഇട്ട് കൊടുക്കുക. 4ഉം 5ഉം കൂട്ടിയാൽ എത്ര ഉത്തരം കിട്ടുക? 4 കൂട്ടണം 5 ചെയ്താൽ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 9/6 ആണ്. 4/6ഉം 5/6ഉം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 9/6. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഫ്രാക്ഷൻസുകൾ തമ്മിൽ കുറയ്ക്കുകയാണ്, സബ്സ്ട്രാക്ട് ചെയ്യാണ്. വീണ്ടും എന്ത് നോക്കണം? ഡിനോമിനേറ്റർ സെയിം ആണ് നോക്കണം. ഇവിടെ രണ്ട് ഭാഗത്തും ഡിനോമിനേറ്റർ എന്താ? /6 ആണ്. അപ്പൊ ഉത്തരത്തിന്റെയും ഡിനോമിനേറ്റർ 6 ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ, ബൈയുടെ മുകളിലുള്ളത് എന്താ ചെയ്യേണ്ടത്? തമ്മിൽ കുറയ്ക്കാണ്. അപ്പോ ന്യൂമറേറ്ററുകൾ തമ്മിൽ കുറയ്ക്കുക. 5ന്ന് 4 കുറച്ചാൽ 1 ഉത്തരം കിട്ടും അല്ലെ. എന്താണ് ഉത്തരം? 1/6 ആണ്. 5/6 4/6 കുറച്ചാൽ കിട്ടാൻ പോകുന്ന ഉത്തരം. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ വേറൊരു ചോദ്യം, ഇതിന് ഉത്തരം നിങ്ങൾ ഇതേപോലെ കണ്ടെത്തണം. വീണ്ടും നോക്കിക്കേ. ഡിനോമിനേറ്ററുകൾ, ഛേദങ്ങൾ സെയിം ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാണ്. അപ്പൊ ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാണ്. അപ്പൊ ന്യൂമറേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്താണ് ഇവിടെ? ഇതിന്റെ ഉത്തരത്തിന്റെ ന്യൂമറേറ്റർ അതും ആലോചിക്കുക. ഇവിടെ ഉത്തരം എന്താണ് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. അങ്ങനെ ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുക. നിങ്ങൾ കമന്റ് ബോക്സ് ഓപ്പൺ ആണെങ്കിൽ ഇതിന് ഉത്തരം അതിലിടാം. അപ്പോൾ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് അല്ലേ. അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ടായിരിക്കും. മാത്സിന്റെ ഈ ചാപ്റ്ററിന്റെ ലൈവായിട്ട് മാഷ് വരുന്നുണ്ട്. മറക്കാതെ എല്ലാവരും കൃത്യസമയത്തിന് ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. മാഷ് എന്തായാലും ഇത്തവണത്തേക്ക് പോവാണ്. നമുക്കിനി ലൈവിലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.